ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫിസാസ് വേൾഡ്. മാങ്ങ നമുക്ക് എപ്പോഴും കിട്ടണമെന്നില്ലല്ലോ. എല്ലാ സീസണിലും നമുക്ക് ഇതുപോലെ മാങ്ങ കിട്ടിക്കൊള്ളണമെന്നില്ല. എന്നാൽ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ സീസൺ ടൈമിൽ മാങ്ങയൊക്കെ കിട്ടുമ്പോൾ നമ്മുടെ അത്യാവശ്യത്തിന് ഒരുപാട് നാൾ നമുക്ക് എങ്ങനെ സൂക്ഷിച്ചു വെക്കാൻ പറ്റുമെന്ന് നോക്കാം. മാങ്ങ നമുക്ക് മുറിക്കുകയൊന്നും ചെയ്യാതെ ഇതുപോലെ ഓരോ മാങ്ങയായിട്ട് 10 കിലോ മാങ്ങ വേണമെങ്കിലും ഫ്രീസറിൽ ഒന്നും വെക്കാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും കേട്ടോ. ഇതിനായിട്ട് നമുക്ക് മൂത്ത മാങ്ങയാണെങ്കിലും മൂക്കാത്ത മാങ്ങയാണെങ്കിലും എടുക്കാവുന്നതാണ്. അപ്പൊ ഞാനിപ്പോ ഇതുപോലെ നല്ല മൂത്ത മാങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. മൂത്ത മാങ്ങയൊക്കെ നമുക്ക് ഇതുപോലെ സൂക്ഷിച്ചു വെച്ചിട്ട് പഴുപ്പിച്ചെടുക്കണമെങ്കിൽ 2 ദിവസം പുറത്ത് വെച്ചിട്ട് പഴുപ്പിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ മാങ്ങയൊക്കെ നമുക്ക് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് നന്നായിട്ട് തന്നെ തുടച്ചെടുക്കണം. ഇതുപോലെ നമ്മൾ മാങ്ങ സൂക്ഷിച്ചു വെക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള മാങ്ങ തന്നെ എടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ ഞെട്ടിയുടെ ഭാഗം മുറിച്ചു കളയാം. ഞെട്ടി മുഴുവനായിട്ടും നമുക്ക് മുറിച്ചു കളയാം കേട്ടോ. പൊട്ടിയതോ അതുപോലെ തന്നെ നിലത്ത് വീണതോ ഒന്നും തന്നെ ഇതിനായിട്ട് എടുക്കരുത്. ഞെട്ടി ഇതുപോലെ നമ്മൾ വെട്ടിക്കൊടുത്തിട്ട് ഇനി ഇതിന്റെ ചുണയൊന്ന് നമുക്ക് തുടച്ചെടുക്കാം. അങ്ങനെ എല്ലാ മാങ്ങയും നമുക്ക് ഞെട്ടി കളഞ്ഞ് ഇതുപോലെ തുടച്ചെടുക്കാം. ഇനി നമുക്കൊരു ബൗളിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഒലീവ് ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒലീവ് ഓയിൽ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലും നമുക്കിതിനായിട്ട് ഉപയോഗിക്കാം. 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് നല്ലോണം മിക്സാക്കി കൊടുക്കാം. പഞ്ചസാര അലിയുന്നത് വരെ നമുക്ക് ഇത് മിക്സാക്കി കൊടുക്കണം. ഇനി നമുക്ക് ഓരോ മാങ്ങയും എടുത്തിട്ട് ഞെട്ടിയുടെ ഭാഗത്തായിട്ട് ഇതുപോലെ ഒരു തുള്ളി ഒറ്റിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് 1 സെക്കൻഡ് ഇതുപോലെ തന്നെ പിടിച്ചു നിൽക്കാം. 1 സെക്കൻഡിന് ശേഷം ഇതുപോലെ ഒന്ന് ചെരിച്ചു കൊടുത്ത് മാങ്ങയുടെ എല്ലാ ഭാഗത്തായിട്ടും തേച്ചു കൊടുക്കണം. നന്നായിട്ട് തന്നെ നമുക്ക് മാങ്ങയുടെ എല്ലാ ഭാഗത്തായിട്ടും തേച്ചു കൊടുക്കാം. ബാക്കിയുള്ള എല്ലാ മാങ്ങയും നമുക്ക് ഓരോന്നായി എടുത്ത് ഇതുപോലെ ചെയ്തെടുക്കണം. ഒരു തുള്ളി നമുക്ക് ഞെട്ടിയുടെ ഭാഗത്ത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് 1 സെക്കൻഡ് വെച്ചു കൊടുക്കാം. ഇനി ഇതുപോലെ ഒന്ന് ചെരിച്ചു കൊടുത്തിട്ട് മാങ്ങയുടെ എല്ലാ ഭാഗത്തായിട്ടും തേച്ചു കൊടുക്കുകയാണ് വേണ്ടത്. എല്ലാ മാങ്ങയും നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്കൊരു 5 മിനിറ്റ് ഇതുപോലെ തന്നെ വെക്കാം. മാങ്ങ നമ്മൾ സൂക്ഷിച്ചു വെക്കുമ്പോൾ ഞെട്ടിയുടെ ഭാഗത്തായിട്ടാണ് കേട്ടോ വേഗം കേടുവരുക. അപ്പൊ ഇതുപോലെ നമ്മൾ വിനാഗിരിയും പഞ്ചസാരയും ഒലീവ് ഓയിലും ഒഴിച്ചിട്ട് ചെയ്തു വെക്കുകയാണെങ്കിൽ ഒരിക്കലും ഈ ഒരു ഭാഗത്തായിട്ട് കേടൊന്നും വരികയില്ല. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെയുള്ള പേപ്പറാണ്. ഞാനിപ്പോ ബുക്കിന്റെ പേജാണ് കേട്ടോ എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ ഫോയിൽ പേപ്പറോ ഉപയോഗിക്കാം. ഈ ഒരു പേപ്പറിൽ നമുക്ക് മാങ്ങ ഇതുപോലെ വെച്ച് ഓരോന്നായിട്ടും പൊതിഞ്ഞെടുക്കാം. നല്ല കട്ടിയുള്ള കടലാസാണ് കേട്ടോ നമുക്ക് ഇതിനായിട്ട് വേണ്ടത്. കട്ടിയില്ലാത്ത കടലാസാണ് നമ്മൾ ഇതിനായിട്ട് എടുക്കുന്നതെങ്കിൽ മാസത്തിൽ ഒരു തവണ നമ്മൾ കടലാസൊക്കെ മാറ്റി കൊടുക്കേണ്ടതായിട്ട് വരുന്നതാണ്. ഇതുപോലെ ഇത്തിരി കട്ടിയുള്ള കടലാസ് ആണെങ്കിൽ നമുക്ക് 3-4 മാസം കൂടുമ്പോൾ മാറ്റി കൊടുത്താൽ മതിയാവുന്നതാണ്. എല്ലാം നമുക്ക് പേപ്പറിൽ ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ ഹോൾസ് ഒന്നുമില്ലാത്ത നല്ലൊരു കവർ എടുക്കാം. മാങ്ങ നമുക്ക് ഓരോന്നായിട്ടും ഈ ഒരു കവറിലേക്ക് വെച്ചു കൊടുക്കാം. കവറിന്റെ എയറൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം.
ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് നന്നായിട്ട് എയർ ഒന്നും കടക്കാതെ കെട്ടിവെക്കാം. ഈ ഒരു കവർ നമുക്കിനി ഫ്രിഡ്ജിൽ പച്ചക്കറിയൊക്കെ വെക്കുന്ന തട്ടിലാണ് സൂക്ഷിച്ചു വെക്കേണ്ടത്. 3 മാസമൊക്കെ കഴിയുമ്പോൾ നമ്മൾ ഈ പേപ്പർ ഒന്ന് മാറ്റി കൊടുത്താൽ മതി. മാങ്ങ നമുക്ക് ഒട്ടും കേടാവാതെ മാസങ്ങളോളം ഈ ഒരു രീതിയിൽ സൂക്ഷിച്ചു വെക്കാനായിട്ട് പറ്റുന്നതാണ്. മൂത്ത മാങ്ങയൊക്കെ നമ്മൾ ഇതുപോലെ സൂക്ഷിച്ചു വെച്ചിട്ട് പഴുപ്പിച്ചെടുക്കണമെങ്കിൽ 2 ദിവസം പുറത്ത് വെച്ചിട്ട് പഴുപ്പിച്ചെടുക്കാം. അപ്പോൾ സീസൺ ടൈമിൽ നമ്മൾ മാങ്ങയൊക്കെ ഒരുപാട് കിട്ടുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ നമ്മുടെ അത്യാവശ്യത്തിന് കുറച്ച് മാങ്ങ എടുത്ത് ഇതുപോലെ സൂക്ഷിച്ചു വെച്ച് നോക്കൂ. എന്നാൽ നമുക്ക് എല്ലാ കാലത്തും മാങ്ങ ഉപയോഗിക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ മാങ്ങയൊക്കെ ഒന്ന് സൂക്ഷിച്ച് വെച്ച് നോക്കൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.